Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah. Alhamdulillah Rabbil alamin. Wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in wa ala man ittaba'a ila Islamin dari kita ini നിർദ്ദേശം പ്രസംഗിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിന്റെ സംഭാവന സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ നരകത്തിൽ നടക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഒന്നും പറഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് സന്തോഷമായി റബ്ബിന്റെ അടിമകളായി റസൂലിന്റെ അനുയായികളായി ജീവിക്കാം. സൂറത്തുൽ ബഖറ 208 ആയത്തിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ വിശ്വസിച്ചവരെ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ പരിപൂർണമായി പ്രവേശിക്കണം. ചെറുത്താന്റെ കൽപ്പാടുകൾ നിങ്ങൾ പിൻപറ്റരുത്. അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. എല്ലാം പറഞ്ഞു. അപ്പോൾ തടസ്സങ്ങൾ എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് പിശാചിനെ ശത്രുവായിട്ട് കാണണം. പിശാചെവിടെ? പിശാചിനായി തെറ്റ് ചെയ്യാൻ തോന്നുന്നോ, നന്മ ചെയ്യാൻ തോന്നാതിരിക്കുന്നുണ്ടോ, മടി വരുന്നുണ്ടോ, അലസതയുണ്ടോ, ആ സമയത്ത് പിശാചിന്റെ ദുർബോധനമുണ്ട് എന്ന് മനസ്സിലാക്കുക. അനാരോഗ്യ തടസ്സമാണ്, യാത്ര തടസ്സമാണ്, മറ്റെന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ന്യായമായി ഉണ്ടാകും. അതല്ലാത്ത സമയത്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കേണ്ടി വരുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ ആഗ്രഹം ചെയ്യാം. ശ്രദ്ധിക്കൂ, നിങ്ങൾ നേർക്ക് നേരെയാകും. നിങ്ങൾ പൂർണ്ണതയോട് അടുത്ത് നിൽക്കും. പൂർണ്ണമായ ഒരു കാര്യം എല്ലാ കാര്യം ചെയ്യാൻ കഴിയുന്നെങ്കിൽ 90-100 കഴിയില്ലെങ്കിൽ 99. പലരും 50ന്റെ താഴോട്ടാണ് വിചാരിക്കുന്നത്. അത്രയൊക്കെ ചെയ്താൽ മതിയാവും, പാസ്സായാൽ മതിയാവും എന്നൊക്കെ. അങ്ങനെയല്ല ശ്രദ്ധിക്കൂ. എന്നിട്ട് പറഞ്ഞ അമൽ കൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടാൻ പോകുന്നില്ല. അത് കേട്ടപ്പോൾ നിങ്ങളോട് റസൂലേ, നിങ്ങൾ സ്വർഗത്ത് പോലെ ഇങ്ങനെ അമലുകൊണ്ട് ഞാൻ പോകില്ല. ഇല്ല അവൻ എന്നെ മഗ്ഫിറത്ത് കൊണ്ട്, പാപമോചനം കൊണ്ട് മൂടിയാലല്ലാതെ, കരുണ കൊണ്ട് മൂടിയാലല്ലാതെ. റസൂലിനെ പോലും കരുണ കൊണ്ടും പാപമോചനം കൊണ്ട് മൂടിയാലേ പോകുകയില്ല. ഇതിനെക്കുറിച്ച് ഏറ്റവും അറിയാവുന്ന ആളാണ് ഈ പറഞ്ഞത്. സ്വന്തം പറയുകയല്ല, മടിയ. അതുകൊണ്ട് മറ്റൊരാൾ ഞാൻ എന്നൊന്നും പറഞ്ഞ് ബടായി പറഞ്ഞ് അഹങ്കാരത്തിന്റെ അടുത്ത് നിൽക്കണ്ട. പിന്നെയോ എല്ലാം ചെയ്യുക, എല്ലാം ഫർളനെ ചെയ്യാൻ ഇവിടെ സമയമില്ലാന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റമുള്ള വാക്കാണ്. സമയമുണ്ടല്ലോ, സമയം അല്ലാഹു തന്നതാണ്. അപ്പോ ഫർളനെ ചെയ്താൽ മതിയല്ലോ ആൾക്കാർ. അപ്പോ മറ്റേ ആൾക്കാർ നമ്മൾ ഉഷാറാണ് എന്ന ചിന്താഗതിയൊന്നും ആവശ്യമില്ല. കഴിയുന്ന എല്ലാ ആളുകളും പഠിക്കുക, അതനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുക. പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന്, കുരങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ രക്ഷിക്കുക. രോഗികൾക്കെല്ലാം അല്ലാഹുവേ സഹായിക്കുക. മരിച്ച വയസ്സിന്റെ വിശ്വാസികൾക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുക. اللهم إنا نسألك جنتك ونعوذ بك من النار. اللهم إنا نسألك جنتك ونعوذ بك من النار. اللهم إنا نسألك جنتك ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين.